യേശുവിൽ പ്രിയപ്പെട്ടവരെ, സ്വന്തമായി കൃഷിസ്ഥലമില്ലാത്തവർ മറ്റുള്ളവരുടെ സ്ഥലങ്ങൾ പാട്ടത്തിനെടുക്കുകയും കൃഷി ചെയ്ത് ഫലമുണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഓഹരി അവർക്ക് കൊടുക്കുകയും ചെയ്യാറുണ്ട്. അത് നാട്ടുനടപ്പാണ്. യജമാനൻ മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു, എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടാണ് കൃഷിക്കാരെ ഏൽപ്പിച്ചത്. വിളവെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഓഹരി യജമാനൻ അവകാശപ്പെട്ടതാണ്. അത് മേടിക്കാനാണ് തൻ്റെ ഭൃത്യന്മാരെ അയച്ചത്. തങ്ങളുടേതായ അല്ലാത്ത പാട്ടത്തിന് ഏൽപ്പിക്കപ്പെട്ട മുന്തിരിത്തോട്ടം സ്വന്തമാക്കാനുള്ള വലിയൊരു ആഗ്രഹത്താൽ ഓഹരി ചോദിച്ചു വന്ന എല്ലാവരെയും അവർ ഉപദ്രവിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്, ചിലരെയൊക്കെ കൊല്ലുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കഴിവുകൾ, നമ്മുടെ ചുറ്റുമുള്ള സാഹചര്യങ്ങൾ, നമ്മുടെ ഭവനം, നമ്മുടെ സ്ഥാപനം, ഇതൊക്കെ നമ്മളെ ദൈവം പാട്ടത്തിന് ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ സ്വന്തമല്ല. അതിൽ നിന്ന് കിട്ടുന്ന ഫലത്തിൽ നിന്ന് ഒരു ഓഹരി ദൈവത്തിന് കൊടുക്കാനുള്ളതാണ്. ദശാംശം എന്ന പോലെ അത് മേടിക്കാനായിട്ടാണ് ദൈവം നേരിട്ട് വരുന്നില്ല. പകരം അവിടുത്തെ വ്യക്തികളെ അവിടെ നയിക്കുകയാണ്. അവരെ നമ്മൾ ആക്ഷേപിക്കുമ്പോൾ, അവരെ നമ്മൾ ഉപദ്രവിക്കുമ്പോൾ, ചിലരെങ്കിലും നമ്മൾ കൊല്ലുകയും ചെയ്യുമ്പോൾ ദൈവത്തെ തന്നെയാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. സ്നേഹപിതാവായ ദൈവമേ, അങ്ങേക്ക് അവകാശപ്പെട്ട ഓഹരി മേടിക്കാനായി അങ്ങ് ഞങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നവരെ സ്നേഹപൂർവ്വം സ്വീകരിക്കാനും അവർക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്തു കൊടുക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.